നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചിക്കനെ കൊണ്ട് ബേക്കഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് നമ്മൾ അടിപൊളി സൈറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അതാണ്. മാക്സിമം നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ല അടിപൊളി വീഡിയോ അയക്കണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തേക്കുക. നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല, നേരിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ചിക്കൻ ഒന്ന് കഴുകാൻ പോവാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. നല്ല അടിപൊളി വെള്ളം കേട്ടോ. ഇതിന് അടുത്തുള്ള ഒരു ചെറിയ അരുവിയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ചിക്കൻ കഴുകിയെടുക്കുന്നത്. ഈ കാണുന്നത് നമുക്ക് ഈ ചിക്കന് പുരട്ടാനുള്ള മസാലയാണ്. ഈ മസാലയൊക്കെ എന്തൊക്കെ ചേർത്ത് വെച്ചാൽ ഉണക്കമുളക് ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, നമ്മുടെ ചപ്പും പുതിനയുണ്ട്. അങ്ങനെയുള്ള ചില മിക്സും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ പുരട്ടാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ചിക്കനിൽ നമ്മൾ വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, നമ്മൾ സെറ്റാക്കി വരഞ്ഞിട്ടുണ്ട്. ഇതിനിടത്തൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പോൾ ഈ ചിക്കൻ അത്യാവശ്യം നല്ല കുറച്ച് വലുപ്പമുള്ള ചിക്കൻ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം. മസാല നല്ല മാരക മസാല കേട്ടോ. ഉണ്ടാക്കുന്നവരെ അടിപൊളിയാക്കി ഉണ്ടാക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ അടിപൊളിയായി തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നമ്മൾ മാക്സിമം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്തത് എന്തൊക്കെ വെച്ചാൽ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ ഉണക്കമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ തക്കാളി, പിന്നെ അതിലേക്ക് നമ്മുടെ മസാലകൾ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ തേച്ച് റെഡിയാക്കിയുള്ളൊരു മസാലയാണ് നമ്മൾ ഈ ചിക്കനിൽ തേച്ചിട്ടുള്ളത്. അടിപൊളിയല്ലേ? ചിക്കൻ എങ്ങനെയുണ്ട്? ഫുള്ള് വരഞ്ഞ് നമ്മൾ മസാല കാര്യങ്ങൾക്ക് എല്ലായിടത്തും അത് അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് ഒരു അരമണിക്കൂർ നമ്മൾ മസാല പിടിക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കണം. പിന്നെ നമ്മൾ 3 നല്ല കല്ല് നമുക്ക് നമ്മുടെ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കുക. അങ്ങനെ അടുപ്പ് കത്തിച്ച് ആദ്യം നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ സവാള ഇടുകയാണ്. ഇതിലേക്ക് തക്കാളിയും ചേർത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളിതിലേക്ക് ക്യാരറ്റും ആഡ് ചെയ്ത് ക്യാരറ്റ്, വലിയുള്ളി, തക്കാളി ഈ 3 സാധനം നല്ല സെറ്റാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ 3 സാധനം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 കൂടി ഇട്ട് അയ്യവ നല്ല അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് വാട്ടിയെടുക്കുക. ഈ മസാല തന്നെയാണ് നമ്മൾ അതിലേക്കും ചേർന്നത്. ഇത് ആദ്യം നമ്മൾ ചിക്കനിൽ തേച്ചിട്ട മസാലയാണ്. ഇത് നമ്മൾ കുറച്ചെടുത്ത് നമ്മൾ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കുക. നല്ല സെറ്റാക്കി ഇളക്കുക കേട്ടോ. പാകത്തിന് ചൂടായുള്ളൂ നമ്മുടെ അടുപ്പ്. അതിനനുസരിച്ച് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാല നമ്മൾ ഇടുന്നുണ്ട്, അത് പാകത്തിന് ഇടുക.
നമ്മുടെ ചിക്കനെ നല്ല റെഡിയായി. നമ്മൾ ചിക്കന് മസാലയൊക്കെ പിടിച്ച് ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മൾ ഇതിന് ചിക്കൻ എടുത്തിട്ട് നമ്മൾ നേരെ വാഴയില വെച്ചു. നമുക്ക് ബാക്കിയുള്ള മസാല നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കാം, അതാവും ഏറ്റവും നല്ലത്. നല്ല സെറ്റാക്കി പുരട്ടുക, എല്ലാ ഭാഗത്തും നല്ലതായിട്ട് തേച്ച് കൊടുത്ത്. അതെല്ലാം ഞങ്ങൾ അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഴയിലയിലാണ് നമ്മളിത് ചുറ്റാൻ പോകുന്നത്. നമ്മളെല്ലാം സെറ്റാക്കി, നമ്മൾ ഒരു പൊടിയും കിടക്കരുത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വാഴയില വെച്ച് നമ്മളതിലേക്ക് തിരിച്ചിട്ട് വേണം വെക്കാൻ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അലൂമിനിയം പേപ്പർ കോയിലിൽ റൗണ്ട്. അങ്ങനെ നമ്മൾ അലൂമിനിയം പേപ്പർ കോയിലൊക്കെ ചുറ്റി നമ്മൾ കളിമണ്ണ് തേക്കാണ്. നമ്മൾ ആദ്യമേ കുഴച്ച് വെച്ചിട്ടുള്ള മണ്ണെടുത്ത് നമ്മൾ മുഴുവനായിട്ടും തേക്കാണ്. മുഴുവനായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്ത് നമ്മൾ ഉണ്ട പൊതിയാക്കുക. ഉണ്ട എന്ന് വെച്ചാൽ മണ്ണുണ്ട മാതിരി ആക്കിയെടുക്കുക. അലൂമിനിയം പേപ്പർ കോയിലിൻ്റെ മുകളിൽ മണ്ണൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നിലക്കും ഇത് പൊളിയരുത്. അങ്ങനെ നമ്മളിത് നേരെ അടുപ്പിനകത്ത് വെച്ച് നമ്മൾ കത്തിക്കാൻ പോവാണ്. നല്ല തീ വേണം, നല്ല ചൂടും വേണം. നമ്മുടെ ചിക്കൻ ഏതായാലും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മട്ടലെടുത്തിട്ട് നമ്മളതിൻ്റെ സൈഡിലുള്ള ഫുള്ള് സാധനം നമ്മൾ ചിക്കൻ ആ സെൻറ്ററിലാണുള്ളത് കേട്ടോ, സെൻറ്ററിലാണുള്ളത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് നീക്കുക. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ, ഒരു രക്ഷയില്ല. അതിൻ്റെ അടുത്ത് പോലും നിൽക്കാൻ പറ്റുന്നില്ല. ഊഫ്, നമ്മുടെ ചിക്കൻ അതാ കാണുന്നത് കേട്ടോ. ചിക്കൻ നല്ല സെറ്റായി നിന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കന് തുറക്കുകയാണ്. രണ്ട് ചിക്കൻ റെഡിയായി. ചിക്കൻ വരുന്നുണ്ട്. ആഹാ, എന്താ രസം കാണാൻ. നമ്മുടെ പൊറാട്ടയുടെ ഇടയിൽ വെച്ച് നമ്മളിതിലേക്ക് നമ്മുടെ സാലിനൊക്കെ പറന്ന് നല്ല സെറ്റാക്കി കഴിക്കണം. അങ്ങനെ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതിലേക്ക് നാരങ്ങയൊക്കെ പിയണം. അങ്ങനെ നമ്മൾ നാരങ്ങയൊക്കെ എടുക്കുന്നുണ്ട്. ആഹാ, അങ്ങനെ നമ്മൾ നാരങ്ങ പിഞ്ഞ് നമ്മുടെ ആ പീസിൻ്റെ മുകളിൽ നല്ല സെറ്റാക്കി നാരങ്ങ പിയ്യാം. അയ്യവാ, നമ്മൾ പൊറാട്ട കൂട്ടുന്നില്ല. നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കുക. അടിപൊളി അടിപൊളി ചിക്കന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നൈസായിട്ടുണ്ട്. നമ്മൾ ബസു എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല നാരങ്ങ പീഞ്ഞൊക്കെ മാരകമാക്കുന്നുണ്ട്. നമ്മുടെ മൈക്ക് കുത്തിയ സമയത്ത് ചെറിയൊരു പ്രശ്നം പറ്റി. അതാണ് നമ്മുടെ സൗണ്ട് കാര്യമൊന്നും ക്ലിയർ ആവാത്തത്. അപ്പോൾ നമ്മുടെ ബസ്സു കഴിച്ചു. നമ്മുടെ ബസ്സും പറഞ്ഞത് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞത്, മാരകമായിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ സിയാദും പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു നോക്കി. എല്ലാവരും സത്യം പറയുന്നത് എല്ലാവരും പഴിച്ച് നിൽക്കുകയാണ്. നമ്മുടെ പൊറാട്ടയിലേക്ക് നമ്മൾ സാലിനെയും പാരുന്നുണ്ട്. സാലിനെ നല്ല അടിപൊളിയാക്കി പാരുന്നുണ്ട്. എല്ലാവരും പൊറാട്ടയ്ക്ക് കച്ചറ കൂടാ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചിക്കനും ഉണ്ട്, 6 ആൾക്കാരും ഉണ്ട്. നമ്മുടെ സാലിനെ പാരട്ടെ. അയ്യോ, ഈ സാലിനയിലൊക്കെ കുഴച്ചിട്ട് നന്നാക്കി ഒന്ന് കഴിക്കണം. നമ്മുടെ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ക്യാമറമാൻ അത്രക്കും അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോക്ക് ഏകദേശം ഇനി 60-70 സബ്സ്ക്രൈബേഴ്സ് കൂടി ആയാൽ മതി നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാൻ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവും. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ലിങ്ക് കാനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് ബൈ.